നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കാപ്പ കേസിൽ കുടുക്കി ജയിലിലടച്ച തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ഇന്ന് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടക്കും. രാവിലെ 11-ന് ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലാണ് ചടങ്ങ്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരം മേയറും മറ്റു ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള സംഘം തൃശൂരിൽ എത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സാഹചര്യത്തിൽ സന്ദർശകർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. മാധ്യമങ്ങൾക്കും പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. നേരത്തെ തന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് നേതാവ് KS ശബരിനാഥിന്റെ കൊക്ക് ചത്തു എന്ന രീതിയിൽ വലിയ തോതിൽ ട്രോളുകൾ ഇറങ്ങിയിരുന്നു. ഇതോടെ 288 കിലോമീറ്റർ അകലെയിരുന്ന് ഒരു കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തിരുവനന്തപുരത്തിന് നാണക്കേടാണെന്ന പുതിയ വാദവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ശബരിനാഥ്. സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്ത വിധം സുഗതനെ ജയിലിൽ പൂട്ടാൻ CPM-ഉം കോൺഗ്രസും കൈകോർത്തു പിടിച്ച് നടത്തിയ ശ്രമമായിരുന്നു ഇത്. അതുവഴി തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണം അട്ടിമറിക്കാമെന്നതായിരുന്നു കണക്കുകൂട്ടൽ. സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ ഈ ഗൂഢാലോചനയാണ് പൊളിയുന്നത്. പരീക്ഷകളിലെയും നിയമനങ്ങളിലെയും ക്രമക്കേട് കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി PSC ആസ്ഥാനത്തെത്തി ക്രൈംബ്രാഞ്ച്. IG S അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ SIT അംഗങ്ങൾ PSC ചെയർമാൻ ഡോക്ടർ MR ബൈജുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ വൈകിട്ട് 5:30-ക്കാണ് SIT എത്തിയത്. കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടു. അന്വേഷണം ആരംഭിച്ചതായി ഔദ്യോഗികമായി ചെയർമാനെ IG അറിയിച്ചു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും ആവശ്യപ്പെടുന്ന രേഖകൾ കൈമാറാമെന്നും ചെയർമാൻ SIT-യോട് പറഞ്ഞു. SIT ഇന്നലെ രാവിലെ PSC-യിൽ എത്താനിരുന്നതാണ്. വൈകിട്ട് വരെ യോഗങ്ങളുണ്ടെന്ന് ചെയർമാൻ അറിയിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ച വൈകിട്ടാക്കിയത്. ഹൈക്കോടതിയിൽ പുതിയ ദേവസ്വം സ്പെഷ്യൽ GP-യെ നിയമിച്ച് അഡ്വക്കേറ്റ് ജനറൽ ഉത്തരവിറക്കി. അഡ്വക്കേറ്റ് KR സുനിലിനാണ് പുതിയ സ്പെഷ്യൽ GP. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതിയുടെ അഭിഭാഷകരെ ദേവസ്വം സ്പെഷ്യൽ GP ആക്കിയത് നേരത്തെ വിവാദമായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടാണ് GP-ആയി KB പ്രദീപ് കുമാറിനോട് രാജി ആവശ്യപ്പെട്ടത്. ഈ ഒഴിവിലേക്കാണ് KR സുനിലിനെ നിയമിച്ചത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് മലബാർ ദേവസ്വം സ്റ്റാൻഡിംഗ് കൗൺസിലായി പ്രവർത്തിച്ച സുനിൽ ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. അടൂരിൽ വീട്ടിനുള്ളിൽ യുവതി മരിച്ച നിലയിൽ. ഷെഹന ആണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. ശരീരമാസകലം മുറിവേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം. ഷെഹന മരിക്കുമ്പോൾ ഒരു സുഹൃത്തും വീട്ടിലുണ്ടായിരുന്നു. ഇയാളുടെ മുഖത്തും ശരീരത്തും മുറിവുകൾ ഏറ്റിട്ടുണ്ട്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവുമായി അകന്നു കഴിയുന്ന ആളാണ് യുവതി. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവൂവെന്നും പോലീസ് പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടായതായി KSEB. ഇന്നലെ രാത്രി 7 മണി മുതൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്ന് KSEB അറിയിച്ചിരുന്നു. എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും ഉയർന്ന അന്തരീക്ഷ താപനിലയും കാരണം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം പവർ എക്സ്ചേഞ്ച് വഴി ലഭിക്കുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കുറവ് അനുഭവപ്പെടുന്നതായും KSEB വ്യക്തമാക്കി. മട്ടന്നൂർ നഗരസഭയിലെ നീർവേലിയിൽ സ്കൂട്ടറിലെത്തി യുവതിയുടെ സ്വർണ്ണമാല പൊട്ടിക്കാൻ ശ്രമിച്ച 2-അംഗ സംഘത്തെ മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തുടനീളം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പള്ളി സ്വദേശി PV അനസ്, കൊയിലാണ്ടി സ്വദേശി SS സൂര്യൻ എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ വീടുകളിൽ നിന്നാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായവർ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിപട്ടികയിലുള്ള കുറ്റവാളികളാണ്. KPCC അധ്യക്ഷനടക്കമുള്ള കോൺഗ്രസ് ഭാരവാഹികളുടെ പുനഃസംഘടന അനിശ്ചിതമായി നീളുന്നതിൽ വഴിമുട്ടി UDF. നല്ല ഭൂരിപക്ഷത്തിൽ അധികാരം കിട്ടിയെന്ന ഒറ്റ ഘടകം കാരണമാണ് ഇത് പരസ്യമായ തർക്കത്തിലേക്ക് പോകാത്തത്. മുഖ്യമന്ത്രി സ്ഥാനം VD സതീഷിന് നൽകിയതോടെ പാർട്ടി ചുമതലക്കാരെല്ലാം പല വഴിക്ക് പോയ ദുരവസ്ഥയിലാണ് കോൺഗ്രസ്. ലീഗിനുള്ളിലും അമർഷം പുകയുന്നുണ്ട്. മദ്യനികുതി, വിഴിഞ്ഞം, ഓഹരി വിൽപ്പന, PM ശ്രീ പദ്ധതി എന്നിവയിലെല്ലാം മുന്നണിയിൽ ചർച്ചയും ധാരണയും ഉണ്ടാകണമെന്ന് എല്ലാ കക്ഷി നേതാക്കളും പറയുന്നുണ്ട്. മുന്നണി യോഗം വിളിച്ചാലേ ചർച്ച ചെയ്യാനാകൂ. യോഗം വിളിക്കണമെങ്കിൽ KPCC-ക്ക് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. സംഗീത സംവിധായകനും ഗായകനും ഡബ്ബിംഗ് കലാകാരനുമായ NA അലക്സ്, കൊച്ചിൻ അലക്സ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചെന്നൈയിലായിരുന്നു അന്ത്യം. കുണ്ടന്നൂർ നെടുമ്പറമ്പിൽ കുടുംബാംഗമായ കൊച്ചിൻ അലക്സ് കാലങ്ങളായി ചെന്നൈയിലാണ് താമസം. സ്നേഹസമ്മാനം, ലില്ലിപ്പൂക്കൾ ചുവന്നപ്പോൾ, ജന്മശത്രു, നീ അരികിൽ ഞാനകലെ, കാമലോല തുടങ്ങിയ സിനിമകളുടെ സംഗീത സംവിധായകനായിരുന്നു. ഒട്ടേറെ ആൽബങ്ങൾക്കും നാടക ഗാനങ്ങൾക്കും ഈണം നൽകുകയും പാടുകയും ചെയ്തിട്ടുണ്ട്. സർവീസിനിടയിൽ കണ്ടക്ടർ ഡ്യൂട്ടി പൂർത്തിയാക്കാതെ ബസ്സിൽ നിന്നിറങ്ങിപ്പോയെന്ന വിവാദത്തിൽ വിശദീകരണവുമായി മൂന്നാർ ഡിപ്പോയിലെ വനിതാ കണ്ടക്ടർ. ആശുപത്രിയിൽ കഴിയുന്ന ഭർത്താവിന്റെ ആരോഗ്യനില വഷളായെന്ന വിവരം അറിഞ്ഞതിനെ തുടർന്നാണ്
ട്രിപ്പ് പൂർത്തിയാക്കാതെ ഇറങ്ങേണ്ടി വന്നതെന്ന് അവർ വ്യക്തമാക്കി. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കോട്ടയം മൂന്നാർ സർവീസ് നടത്തുന്ന KSRTC ബസ്സിൽ ട്രിപ്പ് അവസാനിപ്പിക്കാൻ അരമണിക്കൂർ നിലനിൽക്കെയാണ് കണ്ടക്ടർ വഴിയിലിറങ്ങിയത്. അത് വലിയ തോതിൽ വിവാദമാവുകയും KSRTC വിജിലൻസ് വിഭാഗം റിപ്പോർട്ട് തേടുകയും ചെയ്തതിനു പിന്നാലെയാണ് പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടെ ഭരണത്തിൽ നുഴഞ്ഞുകയറാൻ സമസ്തയുടെ നീക്കം. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അനുകൂല നിലപാട് ഇതിനുണ്ടെന്നാണ് സൂചന. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടെ വിജയിക്കുകയും ലീഗ് നടത്തിയ വിലപേശൽ വഴി മുഖ്യമന്ത്രിയാവുകയും ചെയ്ത VD സതീശിനെ സ്വാധീനിച്ച് ഭരണത്തിന്റെ വിവിധ മേഖലകളിൽ നുഴഞ്ഞുകയറാനാണ് സമസ്ത നേതൃത്വത്തിന്റെ നീക്കം. ചില മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടെ ഇതിനകം ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റ് തീവ്ര മതസംഘടനകളുടെയും ഭാരവാഹികളും അനുഭാവികളും നുഴഞ്ഞുകയറിയതായും ആരോപണമുണ്ട്. ഇതിനു പുറമെയാണ് സർക്കാരിന്റെ വിവിധ കമ്മിറ്റികളിൽ തങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന് സമസ്ത നേതൃത്വം മുഖ്യമന്ത്രിയോട് രേഖാമൂലം ആവശ്യപ്പെട്ടത്. മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യ കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ജില്ലകൾ രൂപീകരിക്കണമെന്നാണ് സമസ്തയുടെ മറ്റൊരാവശ്യം. പാതി മലയാളിയായ ഡോക്ടർ അനിൽ മേനോൻ ഇന്ന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് കുതിക്കും. ഇന്ത്യൻ സമയം രാത്രി 8:17 കസാഖിസ്ഥാനിൽ ബൈക്കോനൂർ കോസ്മോഡ്രോമിൽ നിന്ന് സോയൂസ് MS-29 പേടകത്തിൽ യാത്രയാവുക. ഇന്ത്യൻ അമേരിക്കൻ ഫിസിഷ്യനും എഞ്ചിനീയറും സൈനിക ഉദ്യോഗസ്ഥനുമാണ് അനിൽ മേനോൻ. പാതി മലയാളിയായ അനിൽ മേനോൻ ജനിച്ചതും വളർന്നതും അമേരിക്കയിലാണ്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയാണ്. അനിലിന്റെ പിതാവ് ശങ്കർ മേനോൻ സ്വാതന്ത്ര്യസമര സേനാനിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ സർ ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബാംഗമാണ് അനിൽ. ഉക്രൈൻ സ്വദേശി എലിസബത്താണ് അനിൽ മേനോന്റെ മാതാവ്. ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള PSC ലിസ്റ്റിൽ പെൺമക്കളെ അനധികൃതമായി ഉൾപ്പെടുത്തിയതിന് കർണാടക PSC ചെയർമാനെ ഗവർണർ സസ്പെൻഡ് ചെയ്തു. മക്കളായ സുമ്മയെ സംവരണ ക്വാട്ടയിലും അനുരാധയെ ജനറൽ വിഭാഗത്തിലും തിരികെ കയറ്റിയതിനാണ് ശിവശങ്കരപ്പ സഹുകറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത്. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വിടാൻ രാഷ്ട്രപതിയോട് ഗവർണർ ശുപാർശ ചെയ്തു. സംവരണ ആനുകൂല്യം ലഭിക്കാൻ വാർഷിക വരുമാനം 40,000 രൂപ മാത്രമാണെന്ന വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് സുമ ഹാജരാക്കിയതിന് PSC അസിസ്റ്റന്റ് സെക്രട്ടറി കണ്ടെത്തിയിരുന്നു. സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ PSC നിയമനത്തിലെ ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കത്തെഴുതിയിരുന്നു. ഇതോടെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തുവന്നത്. നാഗാലാൻഡിൽ തിങ്കളാഴ്ച അസം റൈഫിൾസ് വാഹനത്തിന് നേരെയുണ്ടായ സ്ഫോടനത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊഹിമയിലെ ഡിഫൻസ് പബ്ലിക് റിലേഷൻസ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് പ്രാദേശിക അസം റൈഫിൾസ് പരിശീലന കേന്ദ്രത്തിന് സമീപം സഞ്ചരിക്കുകയായിരുന്ന അസം റൈഫിൾസ് വാഹന വ്യൂഹത്തെ ലക്ഷ്യമിട്ടാണ് സ്ഫോടനം നടന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ഒരു ഗ്രൂപ്പും ഏറ്റെടുത്തിട്ടില്ല. ട്രെയിനിലെ AC കോച്ച് യാത്രക്കാർ 4 വർഷത്തിനിടെ മോഷ്ടിച്ചത് 1.27 കോടി ബെഡ്ഷീറ്റുകളും ടവലുകളും. AC കോച്ചുകളിലെ ഓരോ യാത്രയിലും 2 ബെഡ്ഷീറ്റുകൾ, ഒരു തലയണ കവർ, ഒരു ഫേസ് ടവൽ എന്നിവയടങ്ങുന്ന ലിനൻ ബെഡ്റോൾ യാത്രക്കാർക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ ഏകദേശം 1000-ൽ ഒരു യാത്രക്കാരൻ വീതം ഇതിൽ നിന്ന് കുറഞ്ഞത് ഒരു സാധനമെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നു എന്നാണ് കണ്ടെത്തൽ. ഇത് ഇന്ത്യൻ റെയിൽവേക്ക് വലിയ തോതിലുള്ള നഷ്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. COVID-19 മഹാമാരിക്ക് ശേഷം ബെഡ്റോൾ സേവനങ്ങൾ പൂർണ്ണമായി പുനരാരംഭിച്ച 2022 ജനുവരി മുതൽ 2026 മെയ് വരെയുള്ള കാലയളവിൽ യാത്രക്കാർ 1.27 കോടിയിലധികം ബെഡ്റോൾ സാധനങ്ങൾ മോഷ്ടിച്ചതായാണ് റിപ്പോർട്ട്. ഹോർമസ് കടലിടുക്കിൽ UAE ടാങ്കറുകൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ ക്രൂ അംഗം കൊല്ലപ്പെട്ടു. 6 ഇന്ത്യക്കാർക്കും 2 ഉക്രൈൻ സ്വദേശികളും ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. മൊംബാസ അൽ ബഹിയ എന്നീ 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. UAE പ്രതിരോധ മന്ത്രാലയം ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനവും വ്യക്തമായ ലംഘനവുമാണ് ആക്രമണമെന്ന് മന്ത്രാലയം പ്രതികരിച്ചു. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയുണ്ടെന്നും പ്രതികരണമുണ്ട്. ബഹ്റൈനിൽ പുലർച്ചെ ആക്രമണ ശ്രമം ഉണ്ടായി. 2 തവണ അപായ സൈറൻ മുഴങ്ങി. ഇറാനിൽ US നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഇറാൻ തിരിച്ചടിച്ചത്. ഹോർമുസ് വീണ്ടും അമേരിക്കൻ നാവിക ഉപരോധം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 മുതൽ ഉപരോധം നിലവിൽ വരുമെന്ന് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ജൂൺ 18-ന് പിൻവലിച്ച ഉപരോധമാണ് അമേരിക്ക പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ നിലയം ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന ഭീഷണി അമേരിക്കയ്ക്കെതിരെ മുഴക്കിയതിനു പിന്നാലെ അപകടകാരിയായ യുദ്ധവിമാനം ഇറാനിലേക്ക് അയച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പുടിന്റെ പുതിയ നീക്കത്തോടെ അമേരിക്കയും ഇസ്രായേലും ഞെട്ടിയിരിക്കുകയാണ്. റഷ്യൻ സൈന്യത്തിന്റെ ഏറ്റവും വിശ്വസ്തവും അതിശക്തവുമായ ഡൂംസ്ഡേ അഥവാ ശത്രുവിന്റെ അന്ത്യദിനം കുറിക്കുന്ന വിമാനം എന്ന് പേരുകേട്ട ടുപോളേവ് Tu-214 PU എന്ന വിമാനമാണ് റഷ്യ ഇറാനിലേക്ക് അയച്ചിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള സന്ദേശം വ്യക്തമാണ്. റഷ്യ ഒരു പരോക്ഷ നിലപാടല്ല, ഇറാന് അനുകൂലമായ ശക്തമായ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നതാണ്.
ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ച് US. തുടർച്ചയായ മൂന്നാമത്തെ രാത്രിയിലും ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടതായി US സെൻട്രൽ കമാൻഡ് എക്സിലൂടെ അറിയിച്ചു. നേരത്തെ ഇറാനിൽ ബന്ദർ അബ്ബാസിൽ അമേരിക്ക ആക്രമണം നടത്തിയതായി രാജ്യത്തെ വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രദേശത്ത് സ്ഫോടന ശബ്ദം കേട്ടതായും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമായതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് അമേരിക്കയുടെ സ്ഥിരീകരണം എത്തുന്നത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കെ ഇറാന്റെ സൈനിക ശേഷിയുടെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ജൂലൈ 13 അവകാശപ്പെട്ടു. രാജ്യത്തിന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി 90% നഷ്ടപ്പെട്ടുവെന്നും പറഞ്ഞു. ഇറാന്റെ നേതൃത്വത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് തന്നെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചുവെന്ന സ്ഫോടനാത്മകമായ അവകാശവാദങ്ങൾ മുൻ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ് നിഷേധിച്ചു. റിപ്പോർട്ടുകൾ ഹോളിവുഡ് ശൈലിയിലുള്ള കെട്ടിച്ചമച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.